മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഫുഡ് വേസ്റ്റ് ഡിസ്പെൻസറിനെ കുറിച്ചുള്ള വീടുകളിൽ സ്ഥലങ്ങളൊക്കെ കുറവുള്ളവർക്കൊക്കെ ഈ ഡിസ്പെൻസർ ഉപയോഗിക്കുന്നത് മൂലം വേസ്റ്റുകളെല്ലാം അതിൻ്റെ ടാങ്കിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. ദ്രാവക രൂപത്തിലാണ് ഇത് പോവുക. അപ്പം വളരെ എളുപ്പത്തിൽ നമുക്ക് അത് യൂസ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ സിങ്കിലാണ് ഇത് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അതിന് ബാക്ടീരിയ സ്മെൽ അങ്ങനെ ഒന്നും ഉണ്ടാകത്തില്ല. അതിൻ്റെ കണ്ടീഷനായിട്ടാണ്. പിന്നെ അവിടെ ബ്ലോക്കുകളൊന്നും ഉണ്ടാകത്തില്ല. ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. സാധാ സിങ്കിൻ്റെ സൈസിലാണ് വരുന്നത്. 90 mm ഇതിൻ്റെ കാര്യങ്ങൾ വരുന്നത്. സാധാ സിങ്കിലൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പം പഴയ സിങ്ക് ഇതേപോലെയുള്ള സിങ്കിൽ നമ്മൾ പഴയതുണ്ടെങ്കിൽ റിമൂവ് ചെയ്തിട്ട് ഈ പുതിയ ഡിസ്പെൻസർ നമുക്ക് ഫിറ്റ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ മെഷീനോട് കൂടി തന്നെ അതിൻ്റെ കപ്ലർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മളൊന്ന് ഘടിപ്പിച്ച് വെച്ചാൽ മാത്രം മതി. അപ്പം ഇതേപോലെ നമ്മൾ സെറ്റാകും. അപ്പം നമ്മുടെ വേസ്റ്റ് പൈപ്പിനുള്ളത് നമുക്ക് അടുത്ത് കാണാൻ സാധിക്കും. അവിടെ നിന്നാണ് നമ്മൾ വേസ്റ്റ് പൈപ്പ് കണക്ട് ചെയ്യുന്നത്. ആ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. PVCൻ്റെ ഒരു കണക്ടർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സാധാരണ വേസ്റ്റ് പോകുന്ന വേസ്റ്റ് പൈപ്പിലേക്ക് നമ്മൾ കണക്ട് ചെയ്തിടുക. അപ്പോൾ അത് ദ്രാവക രൂപത്തിൽ അതിലെ പൊക്കോളും. ഏത് വേസ്റ്റ് നമുക്ക് അതേപോലെ ഒരു 5 ആംപിയറിൻ്റെ ഒരു സോക്കറ്റ് അതിൻ്റെ നമ്മുടെ സിങ്കിൻ്റെ അടിയിലായിട്ട് വരണം. അതിൻ്റെ കൺട്രോൾ മുകളിൽ കൊടുത്താൽ മതി. ആ ഒരു രീതിയിൽ നമ്മൾ ഡിസൈൻ ചെയ്യണം. പിന്നെ പച്ചക്കറികൾ അതുപോലെയുള്ള സാധനങ്ങൾ എന്ത് വേസ്റ്റ് നമുക്ക് അതിലേക്ക് ഒഴിക്കാം. കൂടത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെയാണ് ഇത് അരച്ച് ലിക്വിഡായിട്ട് പോവുകയാണ്. അങ്ങനെയാണ് അത്. അതേപോലെ നമ്മുടെ ചിക്കൻ്റെ കാലുകൾ അതേപോലെ എല്ലുകൾ ഏതും പോകുമെന്നാണ് പറയുന്നത്. ആ ഒരു രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് വളരെ ഉപകാരപ്രദമായ ഒരു കാര്യമാണ്. ഏകദേശം 1/2 HP തൊട്ട് 1 HP 1.5 HP വരെ കപ്പാസിറ്റിയുള്ള ഡിസ്പെൻസർ ലഭ്യമാണ്. അപ്പോൾ ഇതിൽ ഉപയോഗിക്കാത്തത് എന്തൊക്കെയാണെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. നോൺ ഫുഡ് വേസ്റ്റ് പറ്റത്തില്ല. അതേപോലെ പ്ലാസ്റ്റിക്കുകൾ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഗ്ലാസ്, സെറാമിക് ഒബ്ജക്റ്റ്, റെഡ് ഹെയർ, അങ്ങനെ അലുമിനിയം ഫോയിൽ പേപ്പർ, അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇതിൽ നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല. അത് ദ്രാവരൂപത്തിലേക്ക് ആവില്ല. അതുകൊണ്ടാണ് അത് ഉപയോഗിക്കരുതെന്ന് പറയുന്നത്. അപ്പം ഈ ഫ്ലാറ്റ് പോലെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇപ്പം നമ്മൾ പ്ലംബിങ് ചെയ്യുന്നവരും അതേപോലെ വയറിങ് ചെയ്യുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ എല്ലായിടത്തും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പാർട്ടിയായിട്ട് സംസാരിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അവതരിപ്പിക്കുക. അതിൻ്റെ ഒരു പോയിൻറ്റുകളൊക്കെ നമ്മൾ ഇട്ട് വെക്കുക. അതാണ് പറയുന്നത്. സിങ്കിൻ്റെ അടിയിലേക്ക് ഒരു പോയിൻ്റ് കൊടുത്താൽ മതി. ഒരു 6 ആംപിയറിൻ്റെ അത്രയും കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കനും എനേബിൾ ചെയ്യുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.